എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് രാത്രി പുറത്ത് കറങ്ങി നടക്കുകയോ ചായ കുടിക്കാൻ പോകുന്ന ഒരു ശീലമോ അസ്കിതയോ വല്ലതുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ പോലീസ് പിടിക്കാതിരിക്കാനുള്ള ഒരു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ടിപ്പ് അറിയണമെങ്കിൽ ഡയറക്റ്റ് എൻ്റെ കൂടെ പോരി, വീഡിയോയിലേക്ക് പോരി. നമ്മൾ തല്ലിയിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മളെ കൊണ്ടുപോകുന്നു. പിന്നെ ഈ കാരണം ചാവടിക്കാന്ന് പറയുന്നത് ഒരു കാരണമേ അല്ല, അത് പോലീസിന് ഒരു കാരണമേ അല്ല. അങ്ങനത്തെ വരുന്ന ഒരു ചായ കുടിക്കാൻ വന്നിന് പറഞ്ഞാൽ പോലീസിന് നിന്നെ കസ്റ്റഡിയിൽ എടുക്കാം. മനസ്സിലായ? ആദ്യം നിയമം ഞാൻ കാണിച്ചാ. ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടിയേക്കും. രാവിലെ 10 മുതൽ രാത്രി 12 മണി വരെ ആക്കാനാണ് നീക്കം. മന്ത്രിസഭാ യോഗം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. ഈ വിഷയം പരിഗണിക്കും. ഈ ടൂറിസം കേന്ദ്രങ്ങളിൽ പുലർച്ചെ 3 മണി വരെ പ്രവൃത്തി സമയം കൂട്ടി നൽകുകയും ചെയ്തു. അതായത് വീഡിയോ എല്ലാവരും കണ്ടല്ലോ, പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ ഇനി മുതൽ നിങ്ങളുടെ ആരെങ്കിലും രാത്രിയാണോടാ ചായ കുടിക്കാൻ വരുന്നതെന്ന് ചോദിച്ചാൽ, സാറേ ഞങ്ങൾ ചായ കുടിക്കാൻ വന്നതല്ല, ഞങ്ങൾ ചാരായം കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് എന്ന് പറയുമ്പോൾ അവർ തന്നെ നിങ്ങളെ കറക്റ്റ് സ്പോട്ടിൽ എത്തിച്ചു തരും. ഇതിന്മേന്ന് 10 രൂപ കിട്ടിയാൽ മാത്രമേ നമ്മുടെ സർക്കാരിന് പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ. ആയതുകൊണ്ട് മക്കളെ, സ്വർഗം മാമാ സ്വർഗം. ഈ കൂട്ടത്തിൽ ഒരു കാര്യം കൊണ്ട് എനിക്ക് പറയണമെന്ന് തോന്നിയിട്ടാ. ഇപ്പൊ നമ്മുടെ ഉത്സവ സീസണും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമ്മുടെ പുതുക്കിയ മൈക്ക് സാങ്ഷൻ പരിപാടികളുണ്ടല്ലോ, 10 മണി വരെ പാടുള്ളൂ. നമ്മൾ ലക്ഷങ്ങൾ മുടക്കിയായിരിക്കും ഓരോ പ്രോഗ്രാമിന് ഒരാളെ കൊണ്ടുവരുന്നത്. നോർമലി ഒരാൾ രാവിലെ ഒരു വർക്കിന് പോയി കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ 6, 7 മണിയാവും. അവരൊന്ന് ഭക്ഷണമൊക്കെ കഴിച്ചൊന്ന് ഫ്രഷായി പ്രോഗ്രാം കാണാൻ വേണ്ടി ചെന്നിരിക്കുമ്പോൾ തന്നെ 10 മണിയാവും. പരിപാടി കഴിഞ്ഞ്. അത് വേറൊരു നിയമം. ജനങ്ങളിങ്ങനെ നിയമങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടിച്ച് കൊല്ലല്ലേ എന്നാണ് ഒരു അഭ്യർത്ഥന. ഒന്നും നോക്കാൻ നിൽക്കണ്ട, എന്തിട്ട് നിയമങ്ങളല്ലേ. അപ്പോൾ എല്ലാവർക്കും ജയ് ജിഞ്ചോ.